In the beginning, there was only darkness, a world without form, empty. But the Spirit of God moved. He said, "Let there be light." And from that moment, light has never ceased to shine. Light that guides us when our hearts are lost. Light that gives strength when we are weak. Light that comes through love. Love that serves. Love that heals. For every life is sacred, and even in despair, God's light can awaken hope, a flame that no darkness can overcome. ഇതാരാ? നിങ്ങളുടെ വൈഫാണോ? എനിക്കൊരു സഹായം ചെയ്യാമോ? എന്താ? ഈ തിരി ഒന്ന് കത്തിക്കാമോ? ഓക്കെ. ഇത് നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ പിന്നെ ആരാ? She is really special. പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട്. മോക്ക് വായിക്കാൻ ഇഷ്ടമാണോ? Yeah. എങ്കിൽ സമയം പോലെ ഇത് വായിച്ചു നോക്ക്. ഇതിൽ എല്ലാമുണ്ട്. അപ്പോൾ മനസ്സിലാകും ഇതാരാണെന്ന്. ഇതെൻ്റെ ജീവിതത്തിൻ്റെ അവസാന അധ്യായമാണ്. ഒരു ചരിത്ര അധ്യാപകനായി വിരമിച്ച എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് ഓരോ ദിവസവും ചരിത്രത്തിൻ്റെ ഓരോ പുതിയ അധ്യായങ്ങളാണെന്ന്. നഷ്ടങ്ങളുടെ അന്ത്യത്തിൽ നിന്നുമാണ് എൻ്റെ നേഴ്സിംഗ് ഹോമിലെ ജീവിതം ആരംഭിക്കുന്നത്. ആഗ്രഹിക്കാത്ത ഒരു ജീവിതം. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ദിനത്തിൽ എൻ്റെ പ്രിയ ഭാര്യ എന്നിൽ നിന്നും കടന്നുപോയി. അന്ന് ഞാൻ ഇട്ടതാണ് ദൈവത്തിലേക്കുള്ള ഫുൾ സ്റ്റോപ്പ്. അത് ഏറെ താമസിക്കാതെ ഞാനും തിരിച്ചറിഞ്ഞു അവളുടെ അതേ വഴിയിലാണ് ഞാനും എന്ന്. ക്യാൻസർ എന്ന രോഗം എന്നെയും കീഴടക്കിയെന്ന്. ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ തിരിച്ചു പറയാട്ടോ. എഴുന്നേറ്റില്ലേ? കർട്ടനൊക്കെ തുറന്നിട്ട് ഉഷാറായിരിക്കണ്ടേ? ഞാനാണ് മേരി, ടോമിന്റെ പുതിയ നേഴ്സ്. എന്താണ് തോമസ് മാഷേ ഒന്നും മിണ്ടാത്തത്? വഴക്കാണോ? അതോ വഴക്കൂടെ നമ്മൾ ഇന്നല്ലേ ആദ്യമായി കാണുന്നത്? അതോ മിണ്ടാറില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ?
ഒന്നും പേടിക്കണ്ട കേട്ടോ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ആദ്യമൊക്കെ ഒരുതരം ഇറിറ്റേഷനായിരുന്നു. സൗഹൃദം സ്ഥാപിക്കുന്നതിൽ മേരി വളരെ മിടുക്കിയാണെന്ന് പറയാൻ പറ്റും. വളരെ പെട്ടെന്നാണ് മേരി എന്നോട് ആ സൗഹൃദം സ്ഥാപിച്ചെടുത്തത്. ഓരോരോ ദിവസം ഓരോ പുതിയ കഥകളുമായി അവൾ കടന്നു വന്നു. പല നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കൊണ്ടുവന്നു. വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. തിരകളിൽ തകരുമിൻ തോണിയിലെന്നും കരുതലായി കാവലായി വരുകൻ പരനേ, എൻ ജീവനെന്നും നിന്ദാനമല്ലോ, എൻ യാത്രയെന്നും നിൻഗേഹമണയാൻ. തിരകളിൽ തകരുമെൻ തോണിയിലെന്നും കരുതലായി കാവലായി വരുകൻ പരനേ. ഞങ്ങളുടെ സൗഹൃദത്തോടൊപ്പം ഇണക്കങ്ങളും പിണക്കങ്ങളും കൂടി വന്നു. പിന്നീട് ഒരിക്കലും കാണാത്ത മുഖമാണ് മേരിയിൽ ഞാൻ കണ്ടത്. എന്താണെന്ന് പല ആവർത്തി ചോദിച്ചെങ്കിലും മൗനം മാത്രമായിരുന്നു മറുപടി. മേരി എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്തിനെക്കുറിച്ചാണ് മിണ്ടേണ്ടത്? എന്താണ് മിണ്ടേണ്ടത്? ഇതിനെക്കുറിച്ചോ? ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ ഒപ്പിട്ട എൻ്റെ മേഴ്സി കില്ലിംഗ് കൺസെൻറ്റ് ഫോം മേരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നതാണ് മൗനത്തിൻ്റെ കാരണമെന്ന് ഒരു പൊട്ടിത്തെറിയിലൂടെയെങ്കിലും മേരി എന്നോട് പറഞ്ഞു. ടോം, you're not a burden. തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ മേരിയെ കണ്ടില്ല. ഒരുപക്ഷെ എന്നോടുള്ള വെറുപ്പായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. കാരണം അവൾ അത്രമാത്രം ജീവിതത്തെ സ്നേഹിച്ചു. ജീവിതത്തെ സ്നേഹിക്കാൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ എൻ്റെ ഈഗോ ഒരിക്കലും എന്നെ അനുവദിച്ചില്ല മേരിക്ക് പകരം വന്ന അന്നയോട് മേരി എന്ത് ചെയ്യുന്നു ചോദിക്കാൻ. അന്ന അധികം സംസാരിക്കാത്ത പ്രകൃതമാണ്. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് ഞാൻ ചോദിച്ചു, Where is Mary? ടോം, ഇത് രാവിലെ കഴിക്കാനുള്ള മെഡിസിൻ ആണേ, ഇതിവിടെ വെക്കട്ടെ. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? വേർ ഈസ് മേരി? മേരി എവിടെ പോയി? യെസ് ടോം, അവൾ പോയി. ഇവിടുന്ന് മാത്രമല്ല, ഈ ലോകത്ത് നിന്ന് തന്നെ. വലിയ ഭൂകമ്പം പോലെയാണ് അന്നയുടെ ആ മറുപടി ഞാൻ കേട്ടത്. നമ്മളോട് ഒരിക്കലും മേരി ഇത് പറഞ്ഞിട്ടില്ല. ഷി ഡൈഡ് ഇൻ ഹർ സ്ലീപ്പ്. ഷി നെവർ ടോൾഡ് us, ബട്ട് ഷി ഹാഡ് എ ലോങ് സ്റ്റാൻഡിങ് ഹാർട്ട് കണ്ടീഷൻ. ഒരുപക്ഷെ അവൾ നമ്മളോട് മനഃപൂർവ്വം പറയാതിരുന്നായിരിക്കും. എന്തോ എന്നിൽ നിന്ന് നടന്നു പോയതുപോലെ. സോറി ടോം. ഇത്രയും നാളുകളായി എന്തുകൊണ്ട് ഞാൻ മേരിയെ അന്വേഷിച്ചില്ല എന്ന കുറ്റബോധം. ഞാൻ ഒപ്പിട്ട് കൊടുത്ത എൻ്റെ മരണത്തിനുള്ള സമ്മതപത്രം, അവസാനമായി അവൾ എനിക്ക് മുന്നിൽ നീട്ടിയ ആ പുസ്തകം, ആ ബൈബിൾ സ്വീകരിക്കാത്തതിലുള്ള വേദന എന്തൊക്കെയോ എന്നിലൂടെ മിന്നി മറിഞ്ഞുകൊണ്ടിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കരഞ്ഞതായി ഓർക്കുന്നില്ല. മടങ്ങി വരാൻ പറ്റാത്ത രോഗമാണെന്ന് അറിഞ്ഞിട്ട് പോലും. പക്ഷേ പിന്നീടുള്ള പല ദിനരാത്രങ്ങളും കണ്ണീരിൻ്റേതായിരുന്നു. എന്നോട് പറയാനായി ഒത്തിരി ഉണ്ട് എന്ന് കുത്തിക്കുറിച്ച മേരിയുടെ അവസാന കത്തും ഒരു ചോദ്യചിഹ്നമായി എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നുകൊണ്ടിരുന്നു. നീ എടുത്ത തീരുമാനം പിൻവലിക്കണമെന്ന മേരിയുടെ വാക്കുകൾ എൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. പല ആവർത്തി ഞാൻ ചിന്തിച്ചു, എന്താണ് മേരി എന്നോട് പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾ? അവൾ എൻ്റെ മുമ്പിൽ നീട്ടിയ ബൈബിൾ ഒരുപക്ഷെ അതായിരിക്കുമോ? പിന്നീട് എൻ്റെ മനസ്സിൽ ബാക്കി വെച്ച പല ചോദ്യങ്ങളും ബൈബിളിലൂടെ എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. എൻ്റെ കണ്ണുകളിൽ വെളിച്ചം വരാൻ തുടങ്ങി. ഓരോ ജീവിതങ്ങളും കടന്നു പോകുമ്പോൾ നൽകുന്ന ശൂന്യതയാണ് ഏറ്റവും വലിയ വേദനയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അന്ന് ഞാൻ കീറിയെറിഞ്ഞു എൻ്റെ കൺസെൻറ്റ് ഫോം. ഐ വാണ്ട് ടു സേ ദിസ് സ്റ്റോറി ടു ദ വേൾഡ്. മൈ സ്റ്റോറി, Mary's story. If you have breath, still have a purpose. True mercy is not death, but love that stays.
I began training as a nurse, purely for a job, a stable path, but it was within those very pages of Thomas's transformation that I discovered my true calling. No calculation can truly measure the worth of a life. I've come to realize that nursing is far more than just a profession. I found purpose in standing beside lives that others might overlook, in offering comfort where meaning feels lost. It has opened my heart in ways I never imagined. Thank you, Mary. Your profound insight through the renewal of Thomas's life has gifted me a perspective I can never lose.